യഥാർത്ഥത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വേണം എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷം തന്നെ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിലെത്തുമ്പോൾ അവരുടേതല്ലാത്ത കൊടികൾ, ആശയങ്ങൾ പാടില്ല. ക്യാമ്പസിൽ അവരുടേതല്ലാത്ത ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല. ഇതെന്ത് ലിബറലിസമാണ്? അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്നൊക്കെ മനോഹരമായ വർത്തമാനങ്ങൾ അവർ പറയാറുണ്ട്. പക്ഷേ നമുക്ക് കാണുന്ന അനുഭവങ്ങൾ എന്താണ്? അവരുടേതല്ലാത്ത മറ്റൊരു ശബ്ദങ്ങളെയും അനുവദിക്കാത്ത, അവരുടേതല്ലാത്ത ആശയങ്ങൾക്ക് ഇടമനുവദിക്കാത്ത, അവരുടേതല്ലാത്ത അല്ലാത്തിനെയും അടിച്ചമർത്തുന്ന ഒരു പ്രായോഗികമായ അനുഭവങ്ങൾ ഇവിടെ ക്യാമ്പസുകളിലുണ്ട്, പാർട്ടി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുട്ടികളെ സ്വീകരിക്കുമ്പോൾ SFI പതിച്ച ഫ്ലക്സുകളിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും പരസ്പരം ഇണചേരുന്ന ഒരു ചിത്രം അവർ കൊടുത്തിട്ട് ഇതാണ് ഇവിടെ വേണ്ടത്, ഇതാണ് സെക്ഷൽ ലിബറേഷൻ, ഇതിനൊന്നും നിങ്ങൾ നിയന്ത്രണമോ നിയമമൊന്നും കൊണ്ടുവരരുത്, ആഗ്രഹിക്കുന്നവര് ആഗ്രഹിക്കുന്നത് പോലെ അവർ ജീവിക്കട്ടെ. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ആശയങ്ങളൊക്കെ ഈ നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യ പ്രകൃതത്തെ അട്ടിമറിക്കുന്ന രൂപത്തില് ആരൊക്കെ ഈ ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ടോ അവരോടൊക്കെ പ്രകൃതി കണക്ക് തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ കാഴ്ചപ്പാട് മനുഷ്യന് നൽകുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗികമായ കാര്യം നമ്മളുടെ ജീവിതത്തിലൂടെ, നമ്മളുടെ കുടുംബങ്ങളിലൂടെ, നമ്മളുടെ ബന്ധങ്ങളിലൂടെ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ സൗന്ദര്യാത്മക ജീവിത കാഴ്ചപ്പാടിനെ പ്രായോഗികവൽക്കരിച്ചു കൊടുക്കുക. അവിടെ ജീവിതത്തിലെ അസ്തിത്വ പ്രതിസന്ധി അനുഭവപ്പെടുന്ന, അങ്ങനെ ജീവിതത്തിലെ ടെൻഷനായി നടക്കുന്ന, ഇത്രയേറെ അനുഗ്രഹങ്ങളുടെ, ഇത്രയേറെ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോയിട്ടും മനസ്സിന് സുഖം ലഭിക്കാത്ത കുറെ മനുഷ്യരിങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. അവർക്കിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ, സ്വല്ലത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബാദ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ലിബറലിസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിയറികൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അതെങ്ങനെയാണ് നമ്മളുടെ മൂല്യവ്യവസ്ഥതകളെ, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക ജീവിതങ്ങളെ, കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട വർത്തമാനങ്ങൾ ഇവിടെ വരികയുണ്ടായി. ഇടതുപക്ഷവും ലിബറലിസവും എന്ന ഒരു വിഷയം സംസാരിക്കുമ്പോൾ ലിബറലിസത്തെ അത് അതിൻ്റെ രാഷ്ട്രീയാർത്ഥത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക ധാർമ്മിക കാഴ്ചപ്പാടിലെല്ലാം സ്വാംശീകരിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇടതുപക്ഷവും ലിബറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൽ പറയുന്നതും ഉന്നയിക്കുന്നതും എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസവും ലിബറലിസവും എന്ന് പറയുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരേ സമയം വൈരുദ്ധ്യവും കാപഢ്യവും ഇവർ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്താണ് വൈരുദ്ധ്യമെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ നിരാകരണം അതിലുണ്ടല്ലോ. വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ നിരാകരണം, സ്റ്റേറ്റിൻ്റെ പരമാധികാരം, അതുപോലെ തന്നെ സമഗ്രാധിപത്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിസ്ഥാനമാണ് കമ്മ്യൂണിസം. അതും ലിബറലിസവും യഥാർത്ഥത്തിൽ ചേരാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം ലിബറൽ ആശയങ്ങളെ സ്വാംശീകരിക്കുമ്പോൾ ഈ ഒരു വൈരുദ്ധ്യം അവരിൽ നമ്മൾ കാണുകയാണ്. ഈ വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസവും ലിബറലിസത്തെയും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഒരു കാപഢ്യമാണ്. എന്താണ് കാപഢ്യം എന്ന് പറയുന്നത്? ഇവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒക്കെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൊടികളിൽ അത് എഴുതി വെച്ചു, ഡയലോഗുകളിൽ അതൊക്കെ പറയുന്ന ഇവര് അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്നൊക്കെ മനോഹരമായ വർത്തമാനങ്ങൾ അവർ പറയാറുണ്ട്. പക്ഷേ നമുക്ക് കാണുന്ന അനുഭവങ്ങൾ എന്താണ്? അവരുടേതല്ലാത്ത മറ്റൊരു ശബ്ദങ്ങളെയും അനുവദിക്കാത്ത, അവരുടേതല്ലാത്ത ആശയങ്ങൾക്ക് ഇടമനുവദിക്കാത്ത, അവരുടേതല്ലാത്ത അല്ലാത്തിനെയും അടിച്ചമർത്തുന്ന ഒരു പ്രായോഗികമായ അനുഭവങ്ങൾ ഇവിടെ ക്യാമ്പസുകളിലുണ്ട്,
പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ അർത്ഥത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വേണം എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷം തന്നെ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിലെത്തുമ്പോൾ അവരുടേതല്ലാത്ത കൊടികൾ, ആശയങ്ങൾ പാടില്ല. ക്യാമ്പസിൽ അവരുടേതല്ലാത്ത ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല. ഇതെന്ത് ലിബറലിസമാണ്? ഇതെന്ത് ഇത്തരം സ്വാതന്ത്ര്യവാദമാണ്? നമുക്ക് കാണാമല്ലോ, അവര് ഏതൊക്കെ വിഷയമാണ് അവർ ഉന്നയിക്കുന്നത് അവരുടെ വിഷയത്തിൽ മാത്രം, അവരുടെ കാര്യത്തിൽ മാത്രം ബാധകമായ കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്ത ഒരു സദാചാര പോലീസിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ, തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ SFI പ്രവർത്തകർ മൂന്ന് കുട്ടികളെ കൈകാര്യം ചെയ്തു. 2 പെൺകുട്ടികൾ, സൂര്യഗായത്രി, അസ്മിത, അതുപോലെ തന്നെ ജിജീഷ് എന്ന് പറയുന്ന ഒരു ആൺസുഹൃത്തും. അവർ ഒരുമിച്ച് നാടകം കാണാൻ പോയതിൻ്റെ പേരിലാണ് SFIക്കാർ അവരെ കയ്യേറ്റം ചെയ്തത്. അങ്ങനെ അതിലെ ഒരു സദാചാര പ്രശ്നമായിട്ട് അവരതിനെ കയ്യേറ്റം ചെയ്തു. അത് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. അതായത് ഈ സദാചാര സങ്കല്പങ്ങളെ, ധാർമ്മിക കാഴ്ചപ്പാടുകളെ, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ വളരെ പ്രാകൃതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ സദാചാര പോലീസിങ് കളിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കാപഢ്യത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങളാണ്. മറ്റേത് ധാരാളം അനുഭവങ്ങൾ നമ്മൾ ക്യാമ്പസിൽ തന്നെ കാണാൻ കഴിയും. മറ്റുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ തല്ലിയൊടിക്കുന്ന, അവരെ ഇലക്ഷനിൽ മത്സരിക്കാൻ അനുവദിക്കാത്ത, തങ്ങളുടെ പാർട്ടി പരിപാടികളിൽ, SFI വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ മർദ്ദിച്ചൊതുക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഇവിടെ ലിബറൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അത്തരം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. കാപഢ്യമാണ്. അതുപോലെ അവര് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ധാരാളം വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും. പക്ഷെ അതിനും അവർക്ക് ചില കൺസെപ്റ്റുകളുണ്ട്. ഏത് വസ്ത്രമാണ് അവർ അനുവദിക്കുക? നമ്മൾ വടകര മടപ്പള്ളി കോളേജിലെ സെൽവ അബ്ദുൽ ഖാദറിന് ഓർമ്മ ഉണ്ടാകും. സെൽവ അബ്ദുൽ ഖാദർ SFIക്കെതിരെ എഴുന്നേറ്റ് നിന്നതിൻ്റെ പേരിൽ ആ സെൽവക്കെതിരെ അവർ ക്യാമ്പയിൻ നടത്തി. എന്താണ്? പർദ്ദയിട്ട വിഷജന്തു എന്നാണ് അവർ സെൽവയെ വിളിച്ചത്. അതായത് മറ്റു പാർട്ടിക്കാരോട്, അല്ലെങ്കിൽ ചുരിദാറിട്ട, മറ്റു വസ്ത്രങ്ങൾ അരിച്ച, അവർക്കെതിരെ നിൽക്കുന്ന പാർട്ടിയിലെ പെൺകുട്ടികളെ അവരെതിർത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും വസ്ത്രത്തെ അവർ എടുത്തു പറയാറില്ല. പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിഞ്ഞ, അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ആ വസ്ത്രത്തെയും ചേർത്ത് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കും. അപ്പൊ എന്താ, അതിന് സ്വാതന്ത്ര്യമല്ലേ? അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചൂടെ? അപ്പോൾ ഇതാണ് ഇവരുടെ ഈ വിഷയത്തിലുള്ള ഒരു കാപഢ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ, ഈ സ്വാതന്ത്ര്യവും ഈ കാര്യങ്ങളൊക്കെ തങ്ങളുടെ കാര്യത്തിൽ മാത്രം ബാധകമാക്കിയിട്ടാണ് അവരിതിനൊക്കെ ഇവിടെ പ്രായോഗികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വൈരുദ്ധ്യവും ഈ കാപഢ്യവും ഒക്കെ ഒരു വശത്തുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഇടതുപക്ഷം, ഇങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകളുടെ ഇടതുപക്ഷം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിബറൽ ജീവിത കാഴ്ചപ്പാടിൻ്റെ പ്രൊമോട്ടകർ, അതിൻ്റെ ഒരു പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുമായി മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇവർക്ക് പിന്തുടരാൻ സ്വന്തമായി അവരുടെ ആശയം സമ്മാനിക്കുന്ന ഒരു ധാർമ്മിക കാഴ്ചപ്പാടില്ല. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള, അത്തരം ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടേതായ സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഒരു വഴിയായി ലിബറലിസത്തിൽ നിന്ന് കടമെടുക്കുകയാണ് ആശയങ്ങൾ. അങ്ങനെ ലിബറലിസത്തിൽ നിന്ന് കടമെടുത്ത ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അടിപൊളിയാക്കി ആസ്വദിച്ചു കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. നേരത്തെ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ, അതിൻ്റെ തിയറിയെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. യൂട്ടിലിറ്റേറിയനിസവും അതുപോലെ തന്നെ ഹെഡോണിസവും പോലെയുള്ള സന്തോഷം, അതുപോലെ തന്നെ പ്രയോജനം, അതിൻ്റെയൊക്കെ ബേസിലാണ് നന്മയെയും തിന്മയെയും ഒക്കെ തീരുമാനിക്കേണ്ടത് എന്ന അടിസ്ഥാനം. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതായത് ഒരു ദൈവിക വ്യവസ്ഥ, അങ്ങനെയുള്ള ഒരു നിയമാവലി, അതൊന്നും ഇല്ലാത്ത, അതിനെയൊന്നും ആശ്രയിക്കാത്ത മനുഷ്യര് പിന്നെ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? സ്വന്തം ഇച്ഛയെയാണ്, താല്പര്യങ്ങളെയാണ്. അപ്പൊ സ്വന്തം ഇച്ഛയെയും താല്പര്യങ്ങളെയും അതിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ, അതിനെ പൂർത്തീകരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറെ തിയറികൾ ഉണ്ടാവും. അപ്പൊ ആ തിയറികൾ വെച്ചുകൊണ്ടാണ്
അവര് ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൊതുവെ ഇടതുപക്ഷത്തിനുള്ള ഒരു മതവിരുദ്ധ ഒരു മനോഭാവം ഉണ്ടല്ലോ. അതായത് പിന്നെ കമ്മ്യൂണിസത്തിന്റെ തന്നെ ബേസ് എന്ന് പറഞ്ഞാൽ ബൗദ്ധികതയാണ്. അതായത് സാമൂഹിക മാറ്റവും സാമൂഹിക പുരോഗതിയും ഒക്കെ ഉണ്ടാവേണ്ടത് ബൗദ്ധികമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. സാമ്പത്തികമായ അത്തരം ഭൗതികമായ കാര്യം, അതിഭൗതികമായ ഇടപെടൽ കൊണ്ട്, അത്തരം സ്വാധീനം കൊണ്ട് മതം, വിശ്വാസം, ദൈവം എന്ന് പറയുന്ന സംഗതികളൊന്നും സാമൂഹിക മാറ്റത്തിന് യാതൊരു പങ്കും വഹിക്കുകയില്ല. സാമൂഹിക പുരോഗതിയിൽ അതിനൊന്നും സംഭാവന ചെയ്യാനില്ല എന്നതാണ് അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. അതിൽ നിന്നുകൊണ്ട് മതത്തിനെതിരെ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക കാഴ്ചപ്പാടിനെയാണ് അവരെപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത്. സ്വാഭാവികമായും ധാർമ്മികതയെക്കുറിച്ച്, സദാചാരത്തെക്കുറിച്ച്, ആൺപെൺ ബന്ധങ്ങളെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചൊക്കെ ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മതങ്ങളാണ്. അതിൽ തന്നെ ഇസ്ലാമിനെയാണ് അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഇസ്ലാമിനെ അടിക്കാനുള്ള ഏത് അവസരവും അവർ ഉപയോഗപ്പെടുത്തും. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ നമുക്കുണ്ടായ പല ഫ്ലാഷ് മോബ് വിവാദം നമുക്കറിയാം. മലപ്പുറത്ത് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഫ്ലാഷ് മോബ് കളിച്ചു. ആ ഫ്ലാഷ് മോബ് കളിച്ചപ്പോൾ അതിനെതിരെ ചില ആളുകൾ വിമർശനം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മതത്തിന്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിലെ ശരിതെറ്റുകളെ കുറിച്ച് വിലയിരുത്തി സംസാരിച്ചു. ഉടനെ SFI ഉണർന്നു. SFI ഉണർന്നിട്ട് എല്ലാ ക്യാമ്പസുകളിലും തട്ടമിട്ട് ഫ്ലാഷ് മോബ് കളിക്കുകയാണ്. കാരണം ഇതാ ഇവിടെ മതം അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളെ, ഇവിടെ കുട്ടികളുടെ അവകാശത്തെ അടിച്ചൊതുക്കുന്നു എന്നും പറഞ്ഞിട്ട് അവർ ഇതിനെതിരെ വലിയ അർത്ഥത്തിലുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിനെതിരെ അവര് കിട്ടിയ ഒരു അവസരത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഫറൂഖ് കോളേജിലെ വിവാദം നമുക്കറിയാം. അവിടുത്തെ ഒരു അധ്യാപകൻ പെൺകുട്ടികളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഒരു ഉപമ പറയുണ്ടായി. ആ ഉപമ വെച്ചുകൊണ്ട് വക്തക്ക മാർച്ചുകൾ നടത്തുകയാണ്. അതായത് ശരീരം മറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതൊക്കെ വളരെ പ്രാകൃതമാണ്, ശരീരമൊക്കെ തുറന്നു കാണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ധാരാളം മാർച്ചുകൾ എല്ലായിടത്തും നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്ന എന്തൊക്കെ ഇത്തരം കാഴ്ചപ്പാടുകളുണ്ടോ അതിനെതിരെ നിൽക്കുക, അതിനെ തകർക്കുക, അത് സമൂഹത്തിൽ വില കുറച്ച് കാണിക്കുക, അത് പ്രാകൃതമെന്ന് മുദ്രകുത്തുക, ഇത് വെച്ചുകൊണ്ടാണ് അവര് ഇത്തരം ആശയങ്ങളുടെ പ്രൊമോഷൻ കാര്യമായിട്ട് ഇവിടെ നടത്താറുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ലിബറലിസം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആശയങ്ങളൊക്കെ കുട്ടികളെയും ആളുകളെയൊക്കെ വല്ലാതെ ആകർഷിക്കുന്ന ആശയങ്ങളാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ പോകുന്ന കുട്ടികളെ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന ആശയമാണിത്. കാരണം വളരെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഉത്തരവാദിത്ത ബോധങ്ങൾ വേണ്ടതില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും എന്തും പറയാനും എന്തും ചെയ്യാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ആശയമാണ്. ഈ ആശയത്തിന് ഒരു മനോഹാരിത ഉണ്ട് പൊതുവിൽ ആളുകൾക്ക് മുന്നിൽ. പക്ഷെ ഇതിൻ്റെ വലിയ അപകടങ്ങളുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ഈ വാദങ്ങൾക്കെല്ലാം മറുവാദങ്ങൾ അല്ലെങ്കിൽ മറുഭാഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇത് വ്യക്തിയുടെ മാത്രം വിഷയമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയാം? ഏത് വ്യക്തിയുടെ ഇടപെടലുകളും സാമൂഹികമായ പ്രതിഫലനങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നതാണ് ഇത്തരം ആശയങ്ങൾ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഒരു പ്രശ്നമല്ല. കാരണം ചരിത്രത്തിന്റെ വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ എങ്ങനെയോ ഉണ്ടായിത്തീർന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കുടുംബം. അത് തകർക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പക്ഷേ കുടുംബവും അതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ വളരെ പ്രധാനമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ സാമൂഹിക അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. ഒരു കാര്യത്തിന് സാമൂഹിക അംഗീകാരം കിട്ടുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സർക്കാരുകൾ അത്തരം നയങ്ങൾ സ്വീകരിക്കുമ്പോൾ, കോടതികൾ അതിനനുസരിച്ച് നിയമങ്ങൾ പറയുമ്പോൾ അതൊരു സാമൂഹിക അംഗീകാരമുള്ള കാര്യമാകും. ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വവർഗ ബന്ധം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. ആ ക്രിമിനൽ ഒഫൻസ് എടുത്തു കളഞ്ഞു. ഇപ്പോൾ അതൊരു തെറ്റല്ല. അപ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമായ സമയത്തും ഇവിടെ അത്തരം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമുള്ള കാര്യമാണ്, അതൊരു തെറ്റായ കാര്യമാണ് എന്ന ഒരു ബോധം ഇവിടെ നിലനിൽക്കും. പക്ഷെ കോടതി
അത് എടുത്തു കളയുന്നതോടുകൂടി, അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇവിടുത്തെ ഒരു സാമൂഹികമായ ഒരു മനോനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം അതിനൊരു പൊതു സ്വീകാര്യത കിട്ടുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഭരണകൂടങ്ങൾ, കോടതികളൊക്കെ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം അതിനൊക്കെ വലിയ സോഷ്യൽ ഇമ്പാക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ വ്യക്തികളുടെ ഇത്തരം മറ്റുള്ള വ്യക്തികളെ ബാധിക്കുന്നില്ലല്ലോ. നേരത്തെ ഇവിടെ അതിൻ്റെ പ്രിൻസിപ്പലിനെ കുറിച്ച് വിശദീകരിക്കണ്ടായി. മറ്റുള്ളവരുടെ ജീവിതത്തെ, അവകാശത്തെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്തുമായിക്കൂടെ, എങ്ങനെയും വസ്ത്രം ധരിച്ചൂടെ, അതിനൊക്കെ എന്തിനാ നിങ്ങൾ ഇടപെടുന്നത്, അത് മറ്റുള്ള ആളുകളെ ബാധിക്കുമ്പോഴല്ല അത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇതിനാരാണ് പരിധി വെക്കുക? ഇതിനാരാ പരിധി വെക്കുക എന്ന് ചോദിച്ചാൽ, മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാതിരിക്കണം എന്നതിൻ്റെ ബേസ് എന്താണ് ഇവർക്ക്? മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതിനൊരു ബേസ് വേണമല്ലോ, അതിനൊരു അടിസ്ഥാനമാണല്ലോ. ആ അടിസ്ഥാനം അവർക്ക് എവിടുന്നാ കിട്ടുക? അങ്ങനെ ഒരു വ്യവസ്ഥയോ ബോധ്യമോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്ന് വെറുതെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നിരന്തരമായി ഇത് അനഹിക്കപ്പെടുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ലഹരിയിലേക്ക് വന്നാൽ, ലഹരി നിർബാധം ഉപയോഗിക്കാം, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്നതാണല്ലോ പറയുന്നത്. പക്ഷെ ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ബോധം തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ സ്വബോധമില്ലാത്ത ഒരാൾക്ക് എന്ത് മറ്റുള്ളവന്റെ അവകാശം? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അതിനൊക്കെ വലിയ അർത്ഥത്തിൽ വളം വെക്കുന്ന ഇത്തരം ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി അതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെയും ഇടപെടലുകളിലൂടെയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ജെൻഡറാണ്. ഏറ്റവും പുതിയ ട്രെൻഡ് ജെൻഡർ ചർച്ചകളാണ്. അതായത് അതിൽ ചില കാഴ്ചപ്പാടുകളാണ് മുന്നേ. ഒന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയും, മറ്റൊന്ന് ജെൻഡർ ഫ്ലൂയിഡിറ്റി, ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കുറേ കാഴ്ചപ്പാടുകൾ പറയും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് മനസ്സിലാക്കാൻ 2-3 ചിത്രങ്ങൾ പറയാം. ഒന്ന്, നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യമന്ത്രി ആർ ഇന്ദു അവര് പറയുണ്ടായി, കോളേജുകളിൽ, സ്കൂളുകളിൽ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു ന്യൂട്രൽ വസ്ത്രം കൊണ്ടുവരാൻ പോവാണ്. അതായത് യൂണിഫോം, അത് ആണുങ്ങൾക്ക് വേറെ യൂണിഫോം, പെണ്ണുങ്ങൾക്ക് യൂണിഫോം, അത് വിവേചനം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരേ വസ്ത്രം, ഒരേ യൂണിഫോമാണ് ഇനി വേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് പറഞ്ഞു. ഇതൊരു യൂണിഫോമിന്റെ പ്രശ്നമല്ല, മറിച്ച് ഇതിന് പിന്നിലൊരു ആശയമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, സ്വാഭാവികമായും ഉണ്ടാകുന്ന സെപ്പറേഷനുകൾ പോലും അത് വിവേചനമാണ്, ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ആണും പെണ്ണും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ആണുങ്ങളൊരു ഭാഗത്ത്, പെണ്ണുങ്ങളൊരു ഭാഗത്ത്, സ്വാഭാവികമായി വന്നിരിക്കും. അവിടെ ബോർഡൊന്നും ഇല്ലെങ്കിലും നമ്മളങ്ങനെ ഇരിക്കും. നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ അവിടെ ഉണ്ടാകും ലേഡീസ്, ജെൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭജനം ഉണ്ടാവും. ബസ്സിൽ കയറിയാൽ ഒരു വിഭജനം ഉണ്ടാവും. ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വിഭജനമാണ്. ഈ സ്വാഭാവിക വിഭജനം പോലും പാടില്ല, അത് പരസ്പരമുള്ള വിവേചനങ്ങൾക്ക് കാരണമാകും എന്ന ഒരു ആശയത്തിന്റെ ബേസിലാണ് ഇത്തരം ന്യൂട്രൽ യൂണിഫോമുകൾ വരുന്നത്. അതിനി പലതിലേക്കും കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സംഗതി അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അങ്ങനെ ഒരു വേർതിരിവ് പാടില്ല എന്നാണ്. ആണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കരുത്, മറിച്ച് ഒക്കെ ഒരേ സംഗതി, ഒരേ മിങ്കിളായിട്ട് മുന്നോട്ട് പോവുക, വിവേചനങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴി എന്നാണ്. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുട്ടി ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ ശാരീരികമായ പ്രത്യേകതകൾ നോക്കിയിട്ടാണ് അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആണാണ് പെണ്ണാണ്, പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് അതെന്താന്ന് വെച്ചാൽ, അത് ആ കുട്ടിയുടെ അവകാശത്തെ ഹനിക്കലാണ്. അതായത് ആ കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ആണാകണോ പെണ്ണാകണോ എന്ന്. ആ കുട്ടിയുടെ അവകാശമാണ്, അത് ആ കുട്ടിക്ക് വിട്ടുകൊടുക്കാം. എന്നിട്ട് നമ്മൾ അവർ എന്ന് മാത്രം പറയാം. അവൻ എന്ന് പറയരുത്, അവൾ എന്ന് പറയരുത്, അവർ. ആ കുട്ടി വലുതായിട്ട് കുട്ടി തീരുമാനിക്കട്ടെ, ഞാൻ ആണായി ജീവിക്കണോ പെണ്ണായി ജീവിക്കണോ. ആണ് പെണ്ണെന്ന് ഉണ്ടാവില്ല, ഞാൻ ആണിനോട് ഇണചേരണോ പെണ്ണിനോട് ഇണചേരണോ, അതാണല്ലോ പ്രായോഗികമായിട്ട് അത് വരിക. അപ്പോൾ അത് ആ കുട്ടിയുടെ അവകാശമാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇടതുപക്ഷമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. അതിൽ മുമ്പൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഈ ഒരു ആണും ഒരു പെണ്ണും ഇങ്ങനെ നിന്നുകൊണ്ട് ഈ ഇവരുടെ അരിവാൾ ചുറ്റികൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവാറുണ്ട്. അതിന് പകരം ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൻ്റെ ഫോട്ടോ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, 2 ആണുങ്ങളാണത്. ശരീരം മറക്കാത്ത 2 ആണുങ്ങൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ അരിവാൾ ചുറ്റികൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. അത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? അതായത് ഒരു ആണിനോട് ഇണചേരാനും അവനോടൊപ്പം ജീവിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാവും.
അത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ സമൂഹം ഇങ്ങനെ ആണും പെണ്ണുമാണ് ഒരുമിക്കേണ്ടത് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകുന്നത് എന്നാണ്. അതായത് അതിങ്ങനെ നിൽക്കുന്നതല്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നലുകൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ഒരു ഫീലിംഗ് ഒക്കെ അനുസരിച്ച്, ആഗ്രഹം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്ന ഒരു സാധനമാണ്. ഇതൊക്കെയാണ് ക്യാമ്പസുകളിലൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സെക്ഷൽ ലിബറേഷൻ. തൃശ്ശൂർ കേരള വർമ്മ കോളേജിൽ ഒരു ചിത്രം നമുക്കറിയാമല്ലോ. അവിടെ കുട്ടികളെ സ്വീകരിക്കുമ്പോൾ SFI പതിച്ച ഫ്ലക്സുകളിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും പരസ്പരം ഇണചേരുന്ന ഒരു ചിത്രം അവർ കൊടുത്തിട്ട് ഇതാണ് ഇവിടെ വേണ്ടത്, ഇതാണ് സെക്ഷൽ ലിബറേഷൻ, ഇതിനൊന്നും നിങ്ങൾ നിയന്ത്രണമോ നിയമമൊന്നും കൊണ്ടുവരരുത്, ആഗ്രഹിക്കുന്നവര് ആഗ്രഹിക്കുന്നത് പോലെ അവർ ജീവിക്കട്ടെ. അപ്പോൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്, നമ്മളുടെ മക്കൾ കോളേജിൽ പോകുന്നത് ഇത്തരം ആശയങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ്. അവിടെയാണ് ഇത്തരം പരിപാടികളുടെ അല്ലെങ്കിൽ ഇത്തരം ബോധവൽക്കരങ്ങളുടെ, ഇത്തരം ആശയങ്ങളുടെ കുറിച്ച് ചർച്ചയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലിബറലിസത്തോട് ആശയപരമായിട്ടും പ്രായോഗികമായിട്ടും പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ആശയപരമായിട്ടുള്ള പ്രതിരോധത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ, കാരണം ആശയപരമായിട്ടുള്ള പ്രതിരോധം, ഈ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ, അവരുടെ വാദങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് അത് മനുഷ്യ സമൂഹത്തിന് ദുരന്തമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അവരോട് സംസാരിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇത്തരം ചിന്താധാരകളോട് അടിസ്ഥാനപരമായി ഇസ്ലാമിനെ എതിരിടുമ്പോഴുള്ള ഒരു കൺസെപ്റ്റ് ഒന്ന് മിൽക്കിയത്താണ്. നേരത്തെ അവിടെ പറഞ്ഞു, അള്ളാന്റെ അധികാരം എന്ന് പറയുന്നിടത്താണ്, അള്ളാന്റെ ഉടമാവകാശം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത്. രണ്ടാമത് പരലോകമാണ്. ഈ പരലോക ബോധമില്ലാത്തൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനെ എത്ര ആശയപരമായിട്ട് സ്ഥാപിച്ചെടുത്തും കാര്യമില്ല. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, അള്ളാഹു മുന്നോട്ട് വെക്കുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നമുക്ക് നൽകുന്നത്, അതിനെ മനുഷ്യ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞത് പരലോകബോധം എന്ന് പറയുന്നത്. ഈ പരലോകബോധത്തെ നിഷേധിക്കുന്ന ആശയങ്ങൾ ഈ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഈ അപകടങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ തിരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇത്തരം ആശയം, നേരത്തെ പറഞ്ഞ ഈ ആശയങ്ങളൊക്കെ ഈ നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യ പ്രകൃതത്തെ അട്ടിമറിക്കുന്ന രൂപത്തിൽ ആരൊക്കെ ഈ ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ടോ അവരോടൊക്കെ പ്രകൃതി കണക്ക് തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ലുത്ത് നബി അലൈഹി സ്വലാമയുടെ സമുദായത്തെ നശിപ്പിച്ച രീതി ഖുർആൻ പറയുന്നുണ്ടല്ലോ, എന്നാണ് പറഞ്ഞത്. അതായത് കീഴ്മേൽ മറിച്ചിട്ടു. അതായത് അവര് മനുഷ്യന്റെ ഒരു പ്രകൃതത്തെ കീഴ്മേൽ മറിച്ചപ്പോ അള്ളാഹ് അവരെ മൊത്തത്തിൽ അങ്ങ് കീഴ്മേൽ മറിച്ചു പോയി എന്നാണ്. എന്ന് പറഞ്ഞത്, അതായത് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങേണ്ട കുളിരുള്ള മഴത്തുള്ളികൾക്ക് പകരം നല്ല ചൂടുള്ള ചുടുകട്ടകൾ അവർക്ക് മേൽ വർഷിച്ചു എന്നാണ്. അപ്പോ പ്രകൃതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, മനുഷ്യ പ്രകൃതിയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതേ രീതിയിൽ മനുഷ്യന്റെ ജീവിതം തന്നെ തകർക്കപ്പെടുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ ഇവിടെ സംജാമാകുക. അതാണ് സർവനാശത്തിലേക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. മറിച്ച് നമ്മൾ ഇടപെടുകയാണ്, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആശയപരമായും പ്രായോഗികമായും ഇതിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ ജീവിത സങ്കല്പത്തെ കുറിച്ച്, ധാർമ്മിക കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലൂടെ അതിനെ ആവിഷ്കരിക്കുക എന്നതുകൂടിയാണ് ഇതിന്റെ പരിഹാരം. നേരത്തെ റുക്സാന സാഹിബ് അതിനെക്കുറിച്ച് മനോഹരമായി ഇവിടെ പറഞ്ഞു. അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ കാഴ്ചപ്പാട് മനുഷ്യന് നൽകുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗികമായ കാര്യം നമ്മളുടെ ജീവിതത്തിലൂടെ, നമ്മളുടെ കുടുംബങ്ങളിലൂടെ, നമ്മളുടെ ബന്ധങ്ങളിലൂടെ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ സൗന്ദര്യാത്മകമായ ജീവിത കാഴ്ചപ്പാടിനെ പ്രായോഗികവൽക്കരിച്ചു കൊടുക്കുക. അവിടെ ജീവിതത്തിലെ അസ്തിത്വ പ്രതിസന്ധി അനുഭവപ്പെടുന്ന, അങ്ങനെ ജീവിതത്തിലെ ടെൻഷനായി നടക്കുന്ന, ഇത്രയേറെ അനുഗ്രഹങ്ങളുടെ, ഇത്രയേറെ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോയിട്ടും മനസ്സിന് സുഖം ലഭിക്കാത്ത കുറെ മനുഷ്യരിങ്ങനെ
ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. അവർക്കിടയിലെ ഈ സൗന്ദര്യമുള്ള ജീവിതത്തെ, അതിൻ്റെ സന്തോഷത്തെ നമ്മൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഇതിനോടുള്ള മനോഹരമായ ഒരു പ്രതിരോധമായി മാറുകയാണ്. ഇത്തരം പരിപാടികളും ഇത്തരം ആശയങ്ങളും ഇത്തരം ചർച്ചകളും നടക്കുന്നതോടൊപ്പം നമ്മളുടെ ജീവിതത്തെ ഇതിനനുസരിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് വലിയ സാമൂഹിക പ്രതിരോധം തീർക്കാൻ നമുക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.